Good afternoon. Good afternoon, teacher. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. ടീച്ചർ ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ, ഹിന്ദി പ്രയർ. Yeah, yes. ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ഒരു പ്രയർ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദി. ഓൺ ആണോ? ഓൺ ക്രിയേഷൻ ആണോ? നോ ടീച്ചർ, ഞാൻ ഇതില് യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതി വെച്ചതാണ്. Okay, very good. Okay, fine. Anyway, we will start. Okay, please. सभी को शुभ अपराह्न. प्रार्थना. हे भगवान, हमें शक्ति दो सत्य के मार्ग पर चलने की, हमें ज्ञान दो अंधकार से प्रकाश की ओर बढ़ने की, हमारे मन को शुद्ध करो और सभी के प्रति प्रेम बढ़ाओ, हमेशा हमारा मार्गदर्शन करे और हमें सद्बुद्धि प्रदान करो और हमें सद्बुद्धि प्रदान करो. धन्यवाद. Very nice. Thank you. Thank you so much. അതിന്റെ മലയാളം വേണമെങ്കിൽ പറയാം. ദൈവമേ, സത്യത്തിന്റെ മാർഗത്തിൽ നടക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾക്ക് അറിവ് നൽകണമേ. എല്ലാവരോടും സ്നേഹം തോന്നാൻ ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കണേ. എപ്പോഴും ഞങ്ങളെ വഴികാട്ടണമേ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണമേ. Okay, then. So, what's next? Anything else like thought for the or signing? ട്യൂൺ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. വെറുതെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് ട്യൂണൊക്കെ ഇട്ടതാണ്. ആണോ? ഓക്കെ. ആരെങ്കിലും ഉണ്ടോ തോട്ട് ഫോർ ദ അല്ലെങ്കിൽ ഇതിന്? Miss, ഞാൻ പറയാം. Good afternoon, everyone. Thought for the day. Never stop learning because life never stop teaching. I repeat, never stop learning because life never stop teaching. Thank you. Okay. So, നമ്മൾ ഓൾമോസ്റ്റ് പാർട്ട് 1 നിങ്ങൾക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലെ? മൊഡ്യൂൾ 1 പാർട്ട് 1 is finished, right? ഏതെങ്കിലും ബാലൻസ് ഉണ്ടോ എടുക്കാൻ? ടീച്ചേഴ്സ് ആരെങ്കിലും എടുക്കാൻ ബാലൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 8 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. 8 യൂണിറ്റ്സും കംപ്ലീറ്റ് ആയോ പാർട്ട് 1? Yes, miss. സോ പാർട്ട് 2 ഇനി ഏതൊക്കെ എടുക്കാനുണ്ട്? നീഡ്സ്, ഡിഫൻസ് മെക്കാനിസം, അതാണോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. Let me ask you, part 3 ഷെറീന മിസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? Yes, ma'am. ഏത് യൂണിറ്റാ? യൂണിറ്റ് 1 ആണോ? അതെ. അത് കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞോ? അതെനിക്കറിയില്ല മിസ്. ഞാൻ 2 ആഴ്ച ക്ലാസ്സിൽ കയറിയിട്ടില്ല. ആർക്കെങ്കിലും അറിയോ അത് കഴിഞ്ഞോ അതോ തുടങ്ങി? കഴിഞ്ഞിട്ടില്ല. ഡാമ്പിനിന്റെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷെറീന ടീച്ചർ. Okay. So we will do one thing. We will complete that unit. That is part 3, unit 1. Okay. So Maria Montessori കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? What do you know about her? Can you share? എന്തായാലും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞപ്പോൾ
ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താന്ന് സെർച്ച് ചെയ്തപ്പോൾ മറിയ മോണ്ടിസോറിയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കി? Maria Montessori born on August 31st in Italy. Okay. Founder of Montessori School of Method. Yes. മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടാണ്, അനാലിസ്റ്റ് ആയിട്ടാണ് എന്തോ പഠിക്കുകയായിരുന്നു. അപ്പൊ ആ ടൈമില് സ്കൂൾ എഡ്യൂക്കേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഈ ബോഡി അനാറ്റമി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിസെക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ബോയ്സ് മാത്രമായിരുന്നു കൂടുതലും ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം സെപ്പറേറ്റ് ഒറ്റയ്ക്ക് നിന്നിട്ട് നൈറ്റ് ഒക്കെ കൂടുതൽ എക്സ്ട്രാ ക്ലാസ്സുകൾ എടുത്തിട്ട് സെപ്പറേറ്റ് ഒറ്റയ്ക്കായി നിന്നിട്ട് അതൊക്കെ ചെയ്ത് പഠിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് മോണ്ടിസോറി മെത്തേഡ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺസ് ഉണ്ടായിരിക്കും അല്ലെ? വേൾഡ് വാറില് കുട്ടികൾക്ക് സമൂഹത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേൾഡ് വാർ, ആ 2 വേൾഡ് വാർ സമയത്തും അവർ അതിന്റെ ബുദ്ധിമുട്ടുകൾ മുഴുവനും കണ്ടു മറിയ മോണ്ടിസോറി അല്ലെ? സാധാരണ ഒരു യുദ്ധം എന്നല്ല, വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധമായിരുന്നു 2 വേൾഡ് വാർ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ ഒരു 1939 തുടങ്ങി 1945 വരെ അത്രയും നീങ്ങും. ശരിക്കും 2 വേൾഡ് വാർസ് എന്തിനായിരുന്നു ശരിക്കും പറഞ്ഞു? ഒരു ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു പണ്ട് ഓരോ കൺട്രീസിലും അല്ലെ? അപ്പം ഒരു ആള് ഭയങ്കര പവർ ഉള്ള ഒരാള് ഇതുപോലെ എന്താ പറയാ വരും. അപ്പൊ അവര് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഡോമിനേറ്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ആ രാജ്യം ഇവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാനും അങ്ങനെയൊക്കെ നോക്കിയതിന്റെ ഒരു ഇതായിട്ടാണ് വേൾഡ് വാർ വന്നത്. അപ്പൊ വരുമ്പോ എന്താന്ന് വെച്ചാല് സ്ട്രോങ് ആയിട്ട് 2 സൈഡിലും 2 കൺട്രീസ് അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. 2 കൺട്രീസ് ഉണ്ടാവും, ഇവരോട് ചേർന്ന് അങ്ങനെയല്ലേ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ ഒരു സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടാവും, മറ്റേ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ ഈ 2 ഓപ്പോസിറ്റ് നിന്ന 2 ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറെ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ വേൾഡ് വാർ സമയത്ത് എന്താ പറയാ ശരിക്കും ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും? എന്തൊക്കെ സംഭവിക്കാം? നിലവിലുള്ള അവസ്ഥ ഫുള്ള് മോശമായിട്ട് മാറും. പിന്നെ എക്കണോമിക് ക്രൈസിസ്, അതായത് കുറെ ആളുകൾ ദാരിദ്ര്യം, പട്ടിണി, അപകടങ്ങൾ, കുറെ ആൾക്കാര് അനാഥരാവും. യുദ്ധം ചെയ്യുന്നത് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരാ? ചെറുപ്പക്കാരാണ് അല്ലെ? ചെറുപ്പക്കാരാണ് യുദ്ധം ചെയ്യുന്നത്. എന്തായാലും പ്രായമായ ആൾക്കാരെയും കൊച്ചു കുഞ്ഞുങ്ങളെ എന്തായാലും യുദ്ധത്തിനൊന്നും കൊണ്ടുപോകില്ലല്ലോ. ചെറുപ്പക്കാരാണ് യുദ്ധത്തിന് പോകുന്നത്. പലരും മരിച്ചു പോകും. ഇവര് മരിച്ചു പോകുമ്പോ അവരുടെ ഫാമിലിയിലെ ഒരു ബ്രെഡ് വിന്നർ ആളെ നഷ്ടപ്പെടുവാണ്. അവർ പിന്നെ മുന്നോട്ടുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറെ പേർ കൈ നഷ്ടപ്പെടുന്നു, കാല് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവർക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവരുടെ ശാരീരിക ഫിസിക്കൽ ആയിട്ടുള്ള ആ കേപ്പബിലിറ്റി അത് നഷ്ടപ്പെടുന്നു. അങ്ങനെ പലയിടത്തും ദാരിദ്ര്യം, പറഞ്ഞ പോലെ ദാരിദ്ര്യം, പട്ടിണി അല്ലെ? ഒരു ഈവൻ നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുദ്ധം നടന്നാൽ തന്നെ ബാക്കിയുള്ള കൺട്രീസിനെ എല്ലാം ബാധിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഉള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ. പലപ്പോഴും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും, സാധനങ്ങൾ കിട്ടാതെ വരും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. റെഫ്യൂജീസ് ഉണ്ടാവും ഈ യുദ്ധം ഒക്കെ കഴിഞ്ഞിരിക്കും. കുറെ സ്ഥലങ്ങളൊക്കെ വളരെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നാശമായി തീരും. ശവപ്പറമ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് ആയി മാറും. അപ്പൊ ഇങ്ങനെ 2 വേൾഡ് വാറും അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു ജനറേഷന്റെ വ്യത്യാസങ്ങളും എല്ലാം നേരിട്ട് കണ്ട ഒരു വ്യക്തിയായിരുന്നു മറിയ മോണ്ടിസോറി. മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇതുപോലെ യുദ്ധം, അങ്ങനെയുള്ള വയലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല വേണ്ട. അവിടെ സന്തോഷവും സമാധാനവും വേണം. പീസ് ആൻഡ് ഹാർമണി അത് വേണമെങ്കിൽ അഡൾട്ട്, ഇനി വരുന്ന അഡൾട്ട് ആ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പൊ അഡൾട്ടിനെ ആ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഇപ്പോഴുള്ള കൊച്ചു കുട്ടികളിൽ ആ ഒരു തുടങ്ങിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം.
കുട്ടികളിൽ അത് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ആ ഒരു രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർ അഡൾട്ട് ആകുമ്പോൾ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ആയിട്ട് അവർ മാറും. അപ്പോൾ മറിയ മോണ്ടിസോറി ആഗ്രഹിച്ച, അവരെ എയിം ചെയ്ത പീസ് ആൻഡ് ഹാർമണിയസ് ആയിട്ടുള്ള ഒരു വേൾഡ് ആയിരിക്കും മുന്നിലുണ്ടാവുക. അവരുടെ ഒരു സ്ഥലം, അവർ ജനിച്ച സ്ഥലമോ ആ ഒരു സ്ഥലത്ത് ചേഞ്ചസ് വരുത്താനല്ല നോക്കുന്നത്, ഹോൾ വേൾഡിലാണ് മാറ്റങ്ങൾ വരുത്താനായിട്ട് അവർ ആഗ്രഹിച്ചത് അല്ലെ. അപ്പൊ ശരിക്കും ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇവരെ വല്ലാതെ കണ്ടിന്യൂസ്ലി അവരെ ഡിസ്റ്റർബ് ചെയ്തു. അവരുടെ മൈൻഡ്, അവര് സ്ലീപ്ലെസ് ആയി പോയി, മൈൻഡ് ഭയങ്കരമായിട്ട് അവര് വിഷമങ്ങളായി അവർ ഈ അവസ്ഥകൾ മുഴുവൻ കണ്ടിട്ട്. അങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു കാര്യം യങ് ആൾക്കാരെ പറഞ്ഞു നമ്മളും പറയുമല്ലോ, കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയില്ലേ. അവരെ ചെറുപ്പത്തിലേ തുടങ്ങണം. ചുട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ ആ ശീലങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള ശീലങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കുട്ടികൾ അവസാനം വരെ, അവർ വലുതാകും വരെ അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് കാണും. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് മറിയ മോണ്ടിസോറിയുടെ മനസ്സിൽ വരുത്തുക. ഇവര് ശരിക്കും ആദ്യം ടെക്നിക്കൽ സൈഡിലായിരുന്നു പഠിച്ചിരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നു. ഒരു ഒറ്റ ലേഡി ആയിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിലെ ലേഡീസ് എഡ്യൂക്കേഷനിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് വെരി കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കടാവർ, അതായത് ഡെഡ് ബോഡീസ് എല്ലാം നേക്ഡ് ആണ്. അപ്പൊ അത്രയും ബോയ്സിന്റെ അടുത്ത് ഒരു പെൺകുട്ടി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴുള്ള പല പല ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവര് അത് അക്കാദമിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ഇവരാദ്യം ഇന്റർവെൻഷൻ നടത്തിയത് 60ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ, ഈ സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. മറിയ മോണ്ടിസോറി പറയുന്നത് അവര് എല്ലാ കുട്ടികളിലും ഒരു ഇൻബോൺ ആയിട്ട് കുറെ ടാലൻസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്. അത് കണ്ടെത്തി അതിനെ കത്തിച്ചുവിടുക, ട്രിഗർ ചെയ്യുക. ആ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ അഡൽട്സിലുള്ളത്. ശരിയായ രീതിയിൽ അവരെ ഇഗ്നൈറ്റ് ചെയ്ത് വിടുക, അവരുടെ ഓരോ സ്കിൽസ് കണ്ടെത്തി. ഈ കുഞ്ഞുങ്ങൾക്ക്, സ്പെഷ്യൽ കിഡ്സിന് അത് വളരെ ലോ ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ രീതികൾക്കനുസരിച്ച് അവർക്ക് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. മിക്ക സ്പെഷ്യൽ സ്കൂളുകാരും നമ്മളെ അതിനെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ, അവർക്ക് അതൊരു പ്രശ്നമൊന്നുമില്ല. ബട്ട് ഡോണ്ട് ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ചു നേരം വേണമെങ്കിൽ ഒരു വോളണ്ടിയർ സർവീസ് പോലെ നമുക്ക് ചെയ്യാം, അവരുടെ കൂടെ പോയിരുന്നവരുടെ. അപ്പൊ അവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, കാറ്റഗറൈസ് ചെയ്തേക്കുവാണ് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്. ചില കുട്ടികൾ സംസാരിക്കും, ചില കുട്ടികൾ സംസാരിക്കില്ല, അവരെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, അവരുടെ ഇങ്ങനെ സലൈവ ഇങ്ങനെ ഒഴുകും, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലർക്ക് മൂവ്മെന്റ്സേ ഉണ്ടാവില്ല, നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ ഈ നല്ലപോലെ മൂവ് ചെയ്യുന്ന കുട്ടികളെ അവര് ഇതുപോലെ പേപ്പർ ബാഗ് നിർമ്മാണം, പിന്നെ പല പല ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസ്, സ്റ്റിച്ചിങ്, ഡ്രോയിങ്. ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോ കണ്ടത് പെൺകുട്ടികളുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നേ. അപ്പൊ അതില് ഒരു കുട്ടി നല്ല പോലെ വരയ്ക്കും. ആ കുട്ടി ക്ലോത്തില് പിക്ചർ ആക്കി കൊടുക്കും, വരച്ചു കൊടുക്കും. വേറെ കുട്ടി നല്ല പോലെ അതിനെ ബ്രഷ് പിടിക്കാനായിട്ട് കയ്യിൽ പറ്റും, നല്ല പോലെ പെയിന്റ് ചെയ്യും, അത് അങ്ങനെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യും. ചിലര് നല്ലപോലെ സ്റ്റിച്ച് ചെയ്യും. അപ്പൊ ഈ സ്റ്റിച്ച് ചെയ്യുന്ന തന്നെ ഈ ചിലർക്ക് നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ സൈഡൊക്കെ അടിക്കുന്ന രീതിയിലുള്ള റണ്ണിങ് സ്റ്റിച്ച്, അങ്ങനത്തെ സിമ്പിൾ സ്റ്റിച്ചസ് ഇല്ലേ, അങ്ങനെ ഇപ്പൊ ട്രെയിനർ അങ്ങനെ അവരെ പ്രാക്ടീസ് ചെയ്യിക്കും. അങ്ങനെ സ്പെഷ്യൽ സ്കൂളൊക്കെ അവിടെ നമുക്ക് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു വേർഷൻ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പോയിടത്ത് ഇതുപോലെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടായിരുന്നു, വെറുതെ വേർഡ് റീഡിങ് കാർഡ്സും പിക്ചർ റീഡിങ് കാർഡ്സും ഉണ്ടായിരുന്നു. പിന്നെ ഈ വരുന്ന സ്പെഷ്യൽ കുട്ടികളിൽ തന്നെ വിഷൻ ലോ ആയിട്ടുള്ളവരുണ്ടാവും, വിഷൻ ഇല്ലാത്തവരുണ്ടാവും, കേൾവിക്ക് പ്രശ്നമുള്ളവരുണ്ടായിരിക്കും, IQ ലെവൽ ഭയങ്കര ലോ ആയിട്ട് അങ്ങനെയുള്ളവരുണ്ടാവും, മൂവ്മെന്റ്സിൽ. അങ്ങനെ അവരെ കാറ്റഗറൈസ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത്, അങ്ങനെയാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ELD ട്രെയിനർ ഉണ്ടാവുമല്ലോ, ലേണിംഗ് പഠിപ്പിക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് അവരെ കോച്ചിങ് എടുത്ത് ആൾക്കാരുണ്ടാവും, അവർ ചെയ്യുന്നത്. നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മോണ്ടിസോറി മെത്തേഡിന്റെ ചെറിയൊരു രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ കുറെ അവര് അത് ചെയ്യാനുണ്ടായ കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. അങ്ങനെ സ്പെഷ്യൽ കുട്ടികളിൽ ചെയ്തു. സ്പെഷ്യൽ കുട്ടികളിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പൊ മോണ്ടിസോറിക്ക് മനസ്സിലായി നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക്, മോണ്ടിസോറി ഉദ്ദേശിക്കുന്ന നോർമൽ എന്നുള്ളത് ഇപ്പൊ തുടങ്ങി നിങ്ങൾ ചിന്തിച്ചു, പെർഫെക്റ്റ് എന്നുള്ള മീനിങ് അല്ല കേട്ടോ. മറിയ മോണ്ടിസോറിയുടെ കൺസെപ്റ്റില്, മറിയ മോണ്ടിസോറിയുടെ മാത്രമല്ല നമ്മളും ഇനി ചിന്തിക്കണം. നമ്മുടെ മുന്നിൽ കുട്ടി വരുമ്പോൾ നോർമൽ കിഡ് എന്ന് നമ്മൾ പറയുന്ന ഉദ്ദേശം വേറെയാണ്. അതായത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഡിസ്റ്റർബൻസ് വരുന്നതിനെ
ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ആക്ടിവിറ്റി വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ നോർമൽ കിഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഏറ്റവും ആദ്യം ചെയ്യുന്നു, ഏറ്റവും കുറവ് സമയം ചെയ്യുന്നു, എല്ലാത്തിലും ഫസ്റ്റ് ആവുന്നു, അങ്ങനെയുള്ളതല്ല മോണ്ടിസോറി മെത്തേഡിലെ നോർമൽ കിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഇങ്ങനെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഭാവിയിൽ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുന്നത്. ഈ അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഈ മോണ്ടിസോറി സ്കൂളിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും ഇനീഷ്യലി നോർമൽ ആയിരിക്കണമെന്നില്ല. ഒരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, വയലന്റ് ആവുന്നവരുണ്ടാകും. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ മാറ്റും? അതാണ് രണ്ടായിട്ട് പറയാം മോണ്ടിസോറി കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഇങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറി, അതായത് വയലന്റ് ആവുന്നു, അജിറ്റേറ്റ് ആവുന്നു, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു, പിന്നെ ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഭയങ്കര ഐഡിയൽ ആയിട്ടിരിക്കുന്ന, ലെസി ആയിട്ടിരിക്കുന്നതും ഡീവിയേറ്റഡ് കുട്ടികളാണ്. അവരെയാണ് ഡീവിയേറ്റഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു 10-20 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ നോർമലൈസ്ഡ് കിഡും ഉണ്ടാവും, ഡീവിയേറ്റഡ് കിഡും ഉണ്ടാവും. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നോർമലൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിലാക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്ററുടെ ജോലി. അവിടെ ഫെസിലിറ്റേറ്റർ കൂടുതൽ പണിയെടുക്കണം. നോർമലൈസ്ഡ് കുട്ടികൾ വെച്ചാൽ അവർ ഓൾറെഡി ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി, അവരുടെ കാര്യം ഓക്കെയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീവിയേറ്റഡ് കുട്ടികളെ അപ്പൊ ഫെസിലിറ്റേറ്റർ കൂടുതൽ ഗൈഡ് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റി പ്രത്യേകം ഡിസൈൻ ചെയ്യണം. ഒരു കുട്ടിക്ക് കൊടുക്കുന്നാവില്ല മറ്റേ കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് അവരെ നോർമലൈസ്ഡ് ആകില്ല. ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 2-3 months ഒക്കെ എടുക്കും. പിന്നെ നോർമലൈസ്ഡ് എന്നുള്ള ഇതിലേക്ക് അവരാകും. പിന്നെ അവിടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. പിന്നെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളും ഒരേ രീതിയിലുള്ള ഇതായി മാറും. പിന്നെ മറിയം മോണ്ടിസോറിയുടെ മെത്തേഡ് മനസ്സിലായപ്പോ അവരുടെ നാട്ടിലെ ഒരു സ്ലം ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അവിടുത്തെ ഒരു ഹെൽത്തും അതുപോലെ തന്നെ കുട്ടികളുടെ രീതിയും അവർ ഇങ്ങനെ ഒട്ടും അനുസരണയില്ലാതെയും പല പല ആക്ടിവിറ്റീസിലേക്ക് ഡീവിയേറ്റഡ് ആയി പോകാനുള്ള ഏരിയയാണ്. സ്ലം ഏരിയയിൽ പൊതുവെ ഫിനാൻഷ്യലി വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കുട്ടികളുടെ പാരന്റ്സ് എല്ലാം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. പാരന്റ്സ് ജോലിക്ക് പോകുമ്പോൾ ഒട്ടും കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവർ ഇതുപോലെ പല ആക്ടിവിറ്റീസിലേക്ക്, നല്ല നോൺ സോഷ്യബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കി ലോക്കൽ അതോറിറ്റി ആ ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഡേ കെയർ പോലുള്ളത് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് മറിയം മോണ്ടിസോറി ചോദിച്ചു. അവരോട് ചോദിക്കാൻ കാരണം അവർ ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവെൻഷൻ നടത്തിയത് കൊണ്ടാണ്. അപ്പം മറിയം അങ്ങനെയാണ് കാസ ഡെ ബാപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാൻ ലോറൻസ എന്നുള്ള ആ സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കാസ ഡെ ബാപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കാസ ഡെ ബാപ്പിന്റെ ആപ്പ് നമുക്കറിയാം ചിൽഡ്രൻസ് ഹോം എന്നാണ്. അപ്പൊ അങ്ങനെ കുട്ടികൾ ആദ്യം വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസും ഇതൊക്കെയായിരുന്നു. പതുക്കെ മെത്തേഡുമായിട്ട് അവര് അഡാപ്റ്റ് ആവുകയും ചെയ്തു. പിന്നെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഓരോരോ കാലങ്ങൾ കഴിയുന്തോറും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. പല രീതിയിലും അതിന് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഈവൻ മറിയം മോണ്ടിസോറിയുടെ കാലഘട്ടത്തിലും ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഇൻസിഡൻസ് ക്ലാസ് റൂമിൽ നടക്കുമ്പോൾ മോണ്ടിസോറി പിന്നീട് ആ മെത്തേഡിൽ ആ ഇൻസിഡന്റിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതായിരുന്നു ഇപ്പോ കാസ ഡെ ബാപ്പിന് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ടീച്ചർ എടുത്തു എന്നല്ലേ നിങ്ങൾ പറയും. പിന്നെ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമില് നമുക്ക് ടീച്ചർ അല്ല, ശരിക്കും ടീച്ചർ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളും അതെ ടീച്ചർ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാൻ ട്രെയിനർ, നിങ്ങൾ ട്രെയിനീസ്, ഫെസിലിറ്റേറ്റർ, ആ ഒരു വേർഡുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്ട്രസ്, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്നത് ഡയറക്ട്രസ് ആണ്. പിന്നെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാകും, പിന്നെ അസിസ്റ്റന്റ്മാരുണ്ടാകും. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ ഞങ്ങളുടെ ഡയറക്ടർ ആയിരുന്നു, സാർ ആയിരുന്നു. ശരിക്കും സാറിന്റെ വൈഫ്, സാർ മലയാളി, സാറിന്റെ വൈഫ് ഒരു ചൈനക്കാരിയായിരുന്നു. അവര് മക്കളുമായിട്ട് സിംഗപ്പൂരാണ്. അവർ ഇടയ്ക്ക് വരും. അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ മോണ്ടിസോറിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഈ സാറിന്റെ വൈഫ് വരുമ്പോ. അപ്പൊ അവര് ആ രീതിയിലായിരുന്നു ആ സ്കൂള് പോയിരുന്നത് സാറ്. പിന്നെ ഞങ്ങള് ഒരു 4 ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ടീച്ചിങ് പ്രാക്ടീസിലാണ് പോയത്. പിന്നെ എന്നോട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ 4 ഞങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അസിസ്റ്റന്റ്, നമുക്ക് കുട്ടികളെ നോക്കാനും ഇതുപോലെ കിച്ചൺ ഏരിയയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഈവൻ ദോ
ഫെസിലിറ്റേറ്ററും അസിസ്റ്റൻസും അവിടെ ഉണ്ടെങ്കിലും തമ്മിൽ ഒരു വേരിയേഷനും ഇല്ല. നമ്മളൊരു ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ അസിസ്റ്റന്റ് അവരും ഉണ്ടാവും. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഞാൻ വലിയ ആളാണ് നീ ആ രീതിയിലല്ല, നമ്മൾ ഒരുമിച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവര് ഇൻ ബിറ്റ്വീൻ ഫ്രീ ടൈമിലാണ് പോയി ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. പക്ഷെ അല്ലാത്ത സമയം നമ്മൾ രണ്ടുപേരും ഒന്നെന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോ ഈ കുട്ടികൾ വരുമ്പോ ഗേറ്റ് കടന്നു വരുമ്പോ തന്നെ ഈ അസിസ്റ്റന്റ്മാരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് അവിടെ ഉണ്ടാവും കുട്ടികളെ വെൽക്കം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ക്ലാസ് റൂമിന്റെ ഭാഗത്ത് ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. അങ്ങനെ അവിടെയായിട്ടാണ് നമ്മളുടെ പൊസിഷൻ പറയുന്നത്. പിന്നെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങാറാവുമ്പോ എല്ലാവരും റൗണ്ടിൽ നിന്നിട്ടുള്ള ഒരു പ്രയർ. പിന്നെ എല്ലാരെയും കൂടെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് പേര് വിളിച്ചോ അങ്ങനെയൊന്നുമല്ല, 4 ഡിറക്ഷനിലേക്ക് ട്രെയിൻ പോലെയാക്കും സാറ്. ഇവർ 4 ഗ്രൂപ്പിന്റെ കൂടെയും ഓരോ ഫെസിലിറ്റേറ്ററും ഒരു അസിസ്റ്റന്റും എന്തായാലും ഉണ്ടാകും. എന്നിട്ട് ഞങ്ങൾ 4 ഗ്രൂപ്പായിട്ട് ട്രെയിൻ ആയിട്ടാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങി അങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത്. 12:30 ആവുമ്പോഴേക്കും ലഞ്ച് ആയിരിക്കും. ലഞ്ച് കഴിയുമ്പോൾ പിന്നെ ഗാർഡൻ, പ്ലേ ഏരിയ, മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് ഉറങ്ങണം തോന്നിയാണെങ്കിൽ അവർ പോയി കിടന്നുറങ്ങും. ചിലർ എന്തെങ്കിലും മെറ്റീരിയൽസ് എടുത്ത് ആക്ടിവിറ്റി ചെയ്യും. അങ്ങനെ ഡിഫറൻസ്. നിർബന്ധിച്ച് പിടിച്ച് കിടത്തിയുള്ള ഉറക്കം അങ്ങനത്തെ രീതികളും പിടിച്ച് പഠിപ്പിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് അങ്ങനെ ഓരോ മറിയ മോണ്ടിസോറി പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യാനായിട്ട് വിചാരിച്ചത്. ഓക്കെ. പിന്നെ പറയുന്നത്, കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന് തടസ്സം നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യാനോ പോകുമ്പോഴേക്കും ഇവന്റെ ഡെവലപ്മെന്റ് അതങ്ങ് അറസ്റ്റ് ചെയ്യപ്പെടും, സ്റ്റോപ്പായി പോകുന്ന പോലെയാവും. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നൊരു ഫീലിംഗ്, ഗിൽട്ടി ഫീലിംഗ്, അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഫ്രീ ഫ്ലോയ്ക്ക്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഫ്രീ ഫ്ലോയ്ക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലൊന്നും ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഇവന്റെ പാരന്റ് ആണെങ്കിലും ചെയ്യരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ കുട്ടികൾ ഇങ്ങനെ വളരെ കോൺസെൻട്രേഷനോട് കൂടി ആ സമയത്ത് കുട്ടികളുടെ പല ഫീച്ചേഴ്സും മറിയ മോണ്ടിസോറി മനസ്സിലാക്കി. ഒരു 0 to 3 years അവരുടെ മെമ്മറി എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിരിക്കും. എന്തോ സംഭവിക്കുന്നതെല്ലാം ഒരു ഇംപ്രഷൻ പോലെ മനസ്സിൽ തെളിഞ്ഞു കിടന്നാലും 0 to 3 years അത് അൺകോൺഷ്യസ് മൈൻഡാണ്. ഓർമ്മ അധികം കാണുന്നില്ല ആ ഒരു സമയത്ത് സംഭവിച്ചു. ബട്ട് ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ ഇത് കോൺഷ്യസ് മൈൻഡായിട്ട് പ്രോഗ്രസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ മെമ്മറിയിലുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടാവും. ചില ഇൻസിഡൻസ് നമുക്ക് വളരെ കൃത്യമായി ഓർമ്മയുണ്ടാവും. ആ ഒരു 3 to 6 years ആകുമ്പോഴാണ് വീടെന്നുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്കൂള് എന്നുള്ള എൻവയോൺമെന്റിലേക്ക് എത്തുന്നത്. ശരിക്കും കുട്ടിയുടെ ഡെവലപ്മെന്റിന് എൻവയോൺമെന്റിന്റെ 3 ഏരിയകളാണ് ഇമ്പാക്ട് ഉണ്ടാവുന്നത്. ഏതൊക്കെയാ 3 ഏരിയ? അത് ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വീട്, സ്കൂൾ, പിന്നെ കളിക്കാൻ പോകുന്ന ഏരിയ എന്നുള്ളത്. സൊസൈറ്റി, കമ്മ്യൂണിറ്റി അല്ലെ, കുട്ടി ജീവിക്കുന്ന ഇടം അല്ലെ, അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഇടങ്ങളെല്ലാം. അപ്പൊ ഇങ്ങനെ ഈ 3 ഇടങ്ങൾ കുട്ടിയുടെ ഡെവലപ്മെന്റിന് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരിടത്തുനിന്ന് കുട്ടിയെ തളർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ചില സമയത്ത് ചില കുട്ടികളുടെ ടീച്ചേഴ്സ് പാരന്റ്സിനെ വിളിച്ചിട്ട് ചോദിക്കില്ലേ, കുട്ടി ഭയങ്കര ഗ്ലൂമിയാണ്, മിണ്ടാറില്ല, എന്താ അങ്ങനെ. ചിലപ്പോ വീട്ടിൽ എന്തെങ്കിലും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കുഞ്ഞിന് വരാം. അങ്ങനെ വരുമ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ചെറിയൊരു ആർഗ്യുമെന്റ് ആയാലും മതി, വഴക്കായാലും മതി. സോ അവരത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പാടില്ല എന്നിങ്ങനെ പറയുന്നത്. അവരുടെ മനസ്സെന്ന് പറയുന്നത് അബ്സോർബൻ മൈൻഡാണ്. അബ്സോർബൻ മൈൻഡ് ഒരു സ്പഞ്ച്, ഒരു വെള്ളം എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു ആ രീതിയിൽ ചുറ്റും കാണുന്നത് മുഴുവനും അബ്സോർബ് ചെയ്യും. പിന്നെ സെൻസിറ്റീവ് പീരീഡിലൂടെയാണ് കുട്ടി പോകുന്നത്. കുട്ടി എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു ത്രൂ ഓൾ ദ സെൻസസ്. അവൻ കാണുന്നു, കേൾക്കുന്നു അല്ലെ, അതെല്ലാം പിടിച്ചെടുക്കുക. അതെല്ലാം ഇവന്റെ ബ്രെയിനിൽ അങ്ങനെ രജിസ്റ്റർ ആവുകയാണ്, കാണുന്നതും കേൾക്കുന്നതും എല്ലാം. പലപ്പോഴും അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നു, അതിന്റെ മീനിങ് പോലും അറിയാതെ കുഞ്ഞുങ്ങൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കത് അറിയില്ല, പക്ഷെ അവരത് കേൾക്കുന്നുണ്ട്. പലതവണ മേ ബി ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നുണ്ടാകാം. അങ്ങനെയാണ് സ്കൂളിൽ അത് ഉള്ള വാക്കുകൾക്ക് ടീച്ചേഴ്സ് എന്താ പറയുന്നത്, സ്കൂളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്ന ട്യൂഷൻ ക്ലാസ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാകാം, വീടിന്റെ ചുറ്റുപാടിൽ നിന്നാകാം അല്ലെ.
ഈ അച്ഛനും അമ്മയും ഒക്കെ വഴക്കിടുമ്പോൾ ചില ഒരു സോഷ്യൽ ലെവലിലുള്ള ചില ഫാമിലീസിൽ വളരെ മോശമായിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാം. ഇത് കേട്ടാണ് കുട്ടി വളരുന്നത്. സോ അവനും അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. വൺസ് ദേ സ്റ്റാർട്ടഡ് യൂസിങ്, അവർക്കത് വരുവാ പിന്നെ സംസാരത്തിൽ. ഇപ്പോഴത്തെ ജനറേഷന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കോമൺ ആയി സംസാരിക്കുന്നത് അങ്ങനെയുള്ള ചില അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവര് പിടിച്ചെടുക്കുന്ന ഒരു പ്രായമാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പൊ 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. ആ ഒരു ടൈമില് കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ആ ഒരു ടൈമിൽ പോകുന്നത്. ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്ന ഒരു ടൈമാണ് ആ 3 to 6 years. അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പീപ്പിൾ ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളെല്ലാം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു 20 ഫാമിലീസിൽ 20 കുട്ടികൾ വരുവാണ്. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മൗൾഡ് ദാറ്റ് 20 ഫാമിലീസ്, അല്ലെ? 20 കുട്ടികളെ നമ്മള് നമ്മളുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കയ്യിൽ. 20 ഫാമിലിയും 20 കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ 20 സൊസൈറ്റികളിൽ നിന്നും വരുന്നവരാകാം. 10 പേര് ഒരേ സൊസൈറ്റിയിലുള്ളവരായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് സൊസൈറ്റിയിൽ നിന്ന് വരുന്നവരാകാം. നമ്മള് ഇവരെ പ്രൊമോട്ട് ചെയ്ത് ഇവരെ ശരിയായ രീതിയിലുള്ള അവരുടെ പ്രോഗ്രസിന് ഡെവലപ്മെന്റിന് നമ്മൾ കാരണക്കാരായാൽ സോ ആ ഒരു സൊസൈറ്റിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ കുഞ്ഞുങ്ങള്. ഓക്കെ, സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ വളരെ കൂടുതലാണ്. ഈവൻ ദോ ഫാമിലിയിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന് ചുരുക്കം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മറിയ മോണ്ടിസോറിയുടെ പല ഒബ്സർവേഷൻസിലൂടെയും അങ്ങനെയെല്ലാം. മാം എവിടെ വരെ എടുത്തു? സ്റ്റാർട്ട് ചെയ്തു ഒക്കെ അല്ലേ പറഞ്ഞേ? ടീച്ചർ ഡിസ്കവറീസ് അറ്റ് കാസാഡി ലാംബിനി, അതാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറേ വായിക്കാനുണ്ട് കേട്ടോ. നമ്മള് ഈ പറയുന്ന പോലെ ഇത് സെർച്ച് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ മറിയ മോണ്ടിസോറിയുടെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്, അവരെഴുതിയത്. അപ്പം അത് ആ മറിയ മോണ്ടിസോറി എഴുതിയ ബുക്കുകൾ അവർക്ക് ഇറ്റാലിയൻ ഇത് ചേർന്ന ഒരു ഇംഗ്ലീഷാണ്. ഒറിജിനൽ എഡിഷൻ ആണെങ്കിൽ അത് പിന്നെ മാറ്റി ആരോ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ രസമുണ്ട് വായിക്കാനായിട്ട്. ഈ ഒരു ബുക്ക് ഡിസ്കവറി ഓഫ് ചൈൽഡ് മറിയ മോണ്ടിസോറി. ഇത് ലെറ്റേഴ്സ് ഒത്തിരി ചെറുതാണ്, പക്ഷെ എന്നാലും നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് ഇതിലുള്ള കുറച്ച് കണ്ടന്റ് നമ്മുടെ PDF-ലും വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ചിലത് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കിട്ടും സൈറ്റിലൊക്കെ. അങ്ങനെ കിട്ടുമെന്നൊക്കെ നോക്കി പറ്റാവുന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. കുറെ ഇൻസിഡൻസ് ഈ ഒരു സമയത്തുള്ള കുറെ ഇൻസിഡൻസ് ഒക്കെ കാണാം. വായിക്കാനാണെങ്കിൽ കുറെ എന്തൊക്കെ ഒരു യൂസ് ചെയ്ത മെറ്റീരിയൽസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചില ഇൻസിഡന്റ് നമ്മുടെ നോട്ടത്തിനകത്തുണ്ട്, PDF. ഓരോ മെറ്റീരിയൽസും യൂസ് ചെയ്തപ്പം അവരുടെ ഒബ്സർവേഷൻ, കുട്ടികളിലുണ്ടായ മാറ്റങ്ങള്, അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് അറിഞ്ഞു വരുന്നുണ്ട്. സമയം പോലെ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഡിസ്കവറി അറ്റ് കാസാഡി ലാംബിനിയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ടീച്ചർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഒരു കുട്ടിയെ കൊണ്ടൊരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നു. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജഗ്ഗില് വെള്ളം നിറയ്ക്കണം. കുഞ്ഞു കൈയാണ്. അവർക്ക് ആ വെള്ളത്തിന്റെ പാത്രം എടുത്തിട്ട്, കണ്ടെയ്നർ എടുത്തിട്ട് ജഗ്ഗിലേക്ക്, നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ജഗ്ഗിലേക്ക് നിറയ്ക്കണം. സോ സ്പിൽ ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ അഡൽട്ട് എന്താ അവരെ വഴക്ക് പറയല്ല വേണ്ടത്. ഇതുപോലെ ഒരു ഫണൽ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പൊ അവർക്ക് നമ്മളോട് ആ ഒരു സപ്പോർട്ട് ചെയ്ത് നമ്മളോട് ഭയങ്കര ഒരു അടുപ്പം വരും. അപ്പൊ അങ്ങനെ ഫണൽ വെച്ച് അവർ ഫീൽ ചെയ്യും. അതേസമയം ഇതേ ആക്ടിവിറ്റി ഒരു അഡൽറ്റിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് അതൊരു പുതുമയൊന്നുമില്ല, അല്ലെ? പക്ഷെ കുട്ടികൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി, ആ ഒരു പ്രോസസ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും.
അവർക്ക് എൻഡ് റിസൾട്ടിനേക്കാളും അവർ അത് ചെയ്യുന്നതിന് അവർ വളരെയധികം എൻജോയ്മെന്റ് ആണ്. അഡൽറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ആ എൻഡ് റിസൾട്ട് ഓൾറെഡി ജഗിലേക്ക് വെള്ളം ഒഴിക്കണമെന്നും ഒക്കെ അവർക്ക് അറിയാം. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് കുട്ടികളുടെ വർക്കും അഡൽട്ടിന്റെ വർക്കും. അത് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ പറഞ്ഞത്. സോ ഇതൊക്കെ കഴിഞ്ഞു. ഡിസ്കവറീസ് ബാക്ടീരിയ അല്ലെ. അപ്പം പലതും മോണ്ടിസോറി കുട്ടികളുടെ ഓരോരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ കുട്ടികളിൽ പല മാറ്റങ്ങളും അവരുടെ ഉള്ളിലെ പൊട്ടൻഷ്യലും എല്ലാം മോണ്ടിസോറി മനസ്സിലാക്കി. പിന്നെ ഇപ്പോ 100 കുട്ടികളുണ്ടെങ്കിൽ 100 പേരും 100 രീതിയായിരിക്കും. യുണീക്ക് ആണ് കുട്ടികൾ അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് പാർട്ട് 2. അതായത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, ഒരു യുണീക്ക് ആണ്. എല്ലാവർക്കും ഉള്ള പൊട്ടൻഷ്യൽസ് അത് ഡിഫറെന്റ് ആണ്. എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല അല്ലെ. സോ extra discoveries at Casa de Vamini. Call and attending. സമയം ഓർത്തില്ല ക്ലാസ്സിന്റെ ടൈം. മൊബൈലിൽ ഇങ്ങനെ കൊള്ളുന്നോണ്ടിരിക്കണ്ട. പിന്നെ മൊബൈലില് റേഞ്ച് ഇഷ്യൂ ഉണ്ട് ഈ സ്ഥലത്ത്, അതായിരിക്കും ലാൻഡ് ബോഡി വിളിച്ചത്. ഓക്കെ ഫൈൻ. സോ ഇപ്പൊ കാസാഡെ ഫാമിലിന്റെ ഡിസ്കവറീസ് കുറെ ഇൻസിഡൻസ് സംഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസാഡെ ഫാമിലിയുടെ. അപ്പൊ അതില് ഓരോന്നും ആണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് കുട്ടികളിലെ ഭയങ്കര അറ്റൻഷനാണ്, ഭയങ്കര പവർ ഓഫ് അറ്റൻഷൻ എന്ന് പറയും. അത് വളരെ കൂടുതലാണ്. അവരുടെ കോൺസെൻട്രേഷൻ അല്ലെ. ആ ഒരു സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ അവർ വേറെ എന്തിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളുടെ തലയ്ക്കകത്തായിരിക്കും പല ചിന്തകൾ. ഈവൻ ദോ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ തലയിൽ കൂടെ പലതും പോകുന്നുണ്ടാവും, ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മള് കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല അല്ലെ. ഈവൻ വീട്ടിലൊരു ജോലി ചെയ്യുമ്പോൾ, കുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ കൂടെ പല ചിന്തകൾ വരും. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയാണ്. അവരൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ തന്നെ അവർ ഭയങ്കര ശ്രദ്ധയായിരിക്കും. നമ്മളൊക്കെ അടുത്തോടെ പോകുന്നത് പോലെ അവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഒരു പാത്രത്തിന്റെ അടപ്പും ഒരു സ്പൂണും ഒക്കെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്. പക്ഷെ അവരതിൽ ഭയങ്കര മുഴുകിയിരുന്നായിരിക്കും കളിക്കുന്നത്. കുട്ടികളുടെ മെന്റൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് ഈ ഒരു പ്രായത്തില്. മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഈ ഓരോ പൊട്ടൻഷ്യലും നമ്മൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാരാ ഒന്ന് വായിക്കാം ഈ ഒരു പാരഗ്രാഫ്. മെന്റൽ കോൺസെൻട്രേഷൻ. Miss. Mental concentration. Maria Montessori found that children as young as 3 years of age were able to concentrate. She had found and was surprised to watch a child of about 3 working with knobbed cylinders, showing extraordinary interest in the material. The child's concentration was so deep that it seemed to have isolated her mentally from the rest of the environment. To test the severity of this concentration, asked the teacher to make the other children sing aloud around the child. But the child did not ever seem conscious of this disturbance. She continued just as before, mysteriously repeating the same exercise. Then Montessori slowly picked up the armchair on which the child was sitting, with the child in it, and placed her on a table. The child, who had stung onto her precious cylinders during this interruption, at once went on her task as if nothing had happened. With her scientific habit of measuring, Maria Montessori observed and counted the number of times the child repeated the exercise. It was 42 times, and yet the child looked pleased and rested after the child did the exercise.
The automatic work of the children was later to become one of the fundamental principles of her method. നോബ്ഡ് സിലിണ്ടറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ നോബ്ഡ് സിലിണ്ടർ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഓരോന്നും നമ്മുടെ മോഡ്യൂൾ 3 ആവുമ്പോൾ ഫുൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പൊ അതില് നോബ്ഡ് സിലിണ്ടർ എന്ന് വന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ശരിക്കും പ്രാക്ടിക്കൽ സമയത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഈ നോബ്ഡ് സിലിണ്ടർ 10 സിലിണ്ടേഴ്സിന്റെ ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ. 10 സിലിണ്ടേഴ്സ് വരെയായിരുന്നു. അതായത് ശരിക്കും നമുക്ക് 4 സെറ്റ്സ് ഉണ്ട്. ഈ ഓരോന്നിനും 10 ഡിഫറെന്റ് സിലിണ്ടേഴ്സ് ഉണ്ടായിരുന്നു. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇങ്ങനെ ഇരിക്കും സിലിണ്ടർ. നമ്മളുടെ ബോട്ടിൽസ് ഒക്കെ പോലെ അല്ലെ. ഇതിപ്പോ നോബ്ഡ് സിലിണ്ടർ വെച്ചൊരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തു, ഭയങ്കര കോൺസെൻട്രേഷനിൽ ചെയ്തു. ചുറ്റും നടക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ചെയറോടുകൂടി പൊക്കി എടുത്തോണ്ട് വെച്ചിട്ടും ആൾ അറിയണേ ഇല്ലായിരുന്നു. ആ രീതിയിലുള്ള കോൺസെൻട്രേഷനോട് കൂടി ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യം സോറി പറയുന്നുണ്ട് അല്ലെ. നമുക്കിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോബ്ഡ് സിലിണ്ടർ തന്നെ, ബട്ട് അത് 5 എണ്ണത്തിന്റെ സെറ്റ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ 10 എണ്ണത്തിന്റെ സെറ്റ് ആണ്. ഒന്നുമില്ല, ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം കേട്ടോ. ഡയമെൻഷനും കാര്യങ്ങളും എല്ലാം സെയിം. എല്ലാ സിലിണ്ടേഴ്സിനും നോബ് ഉണ്ട്. ഒരു സെക്കൻഡേ, ഇങ്ങനെ ഒരു വുഡൻ സിലിണ്ടർ വെക്കാനുള്ളത് ഇങ്ങനെ ഗ്രൂസ് ഉള്ള ഒരു വുഡൻ പീസാണ് ഓരോ സിലിണ്ടറിനെയും കീപ്പ് ചെയ്യാനുള്ളത്. ഇവരുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇത് തിരിച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ നമുക്ക് കാണാം ഇതിൽ എന്താ ഡിഫറൻസ് വരുന്നിരിക്കുന്നേ. അതെ അല്ലെ. ഇതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ്. ഇങ്ങോട്ട് പോകും തോറും ആ ഡയമീറ്റർ ഒരു ഇത് കുറഞ്ഞു വരും അല്ലെ. ഒരു സർക്കുലർ പോർഷൻ ആ ഒരു ഡയമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുക. സെയിം തന്നെ ഇതിലേക്കുള്ള ഡെപ്തും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഡയമീറ്റർ കുറഞ്ഞു, പക്ഷെ ഡെപ്ത് ആ ഒരു ഡീപ്നെസ് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ കേസ് പറയുവാണെങ്കിൽ അതിന്റെ ഹൈറ്റ് കൂടി വരുവാണ് അല്ലെ. സോ കുട്ടികൾ ഇതിൽ പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഈ ഒരു ഇതെടുത്തിട്ട് ഇതിൽ വെച്ചു. നെക്സ്റ്റ് വൺ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ വെച്ചു. നെക്സ്റ്റ് ഇത് വെച്ചു. അപ്പൊ ഏറ്റവും വലുത് പ്ലേസ് ചെയ്യാനുള്ള ഈ ഒരു ഇതിനകത്തേക്ക് അത് വെക്കാനായിട്ട് പറ്റില്ല. സോ കുട്ടിക്ക് മനസ്സിലായി ചെയ്തതിൽ എന്തോ ഒരു കുഴപ്പം പറ്റി. സോ അഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഒരെണ്ണം പുറത്തായി പോകുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് 2 എണ്ണം പുറത്തായി പോകുന്നു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ചെയ്തതിൽ എന്തോ പ്രശ്നം. അപ്പൊ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യാൻ മാത്രം ചെയ്യണം. അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവര് അത് കറക്റ്റ് അതിൽ തന്നെ വെക്കും. എല്ലാം കറക്റ്റ് ഇതിൽ തന്നെ വെക്കുകയാണ്. ചിലപ്പോ പല തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് കറക്റ്റ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, വെച്ച് കഴിയുമ്പോൾ ദേ വിൽ ബി വെരി ഹാപ്പി. അവർക്കൊരു അച്ചീവ്മെന്റ്, ഒരു അക്കംപ്ലിഷ്മെന്റ്, ആ ഒരു ഫീൽ അവർക്ക് വരും. അപ്പൊ ഒരിക്കലും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കരുത്. ഇനീഷ്യലി ഒരു ഡെമോ ഉണ്ട്. ഫെസിലിറ്റേറ്റർ ഓരോ മെറ്റീരിയൽസും എങ്ങനെയാണ്, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കും. അത് ഓരോരോ സെഷനിലായിട്ട് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. കുട്ടി തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരത് ഫോളോ ചെയ്യാൻ നോക്കുമെങ്കിലും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതേസമയം അഡൾട്ടിനെ ഏൽപ്പിച്ചാൽ വിത്തിൻ ടൈം അവർ ചെയ്യുമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ ആ ചെയ്യുന്ന പ്രോസസ് അവർ എൻജോയ് ചെയ്തു. ഒരു വീണ്ടും അത് തിരിച്ചെടുക്കും, വീണ്ടും വെക്കും, വീണ്ടും തിരിച്ചെടുക്കും, വീണ്ടും വെക്കും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഇതാണ് നോബ്ഡ് സിലിണ്ടർ. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വുഡാണ്, നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വുഡാണ്. കോസ്റ്റ്ലിയുമാണ്. ഇങ്ങനെ നമുക്ക് 4 സെറ്റ്സ് ഉണ്ട് ഈ സിലിണ്ടേഴ്സിൽ, നോബ്ഡ് സിലിണ്ടേഴ്സിൽ. ചിലപ്പം ആ ഒരു ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരെണ്ണം കാണിച്ചതേ ഉള്ളൂ. ഒരെണ്ണം കൂടി കാണിച്ചു. ഇത് വേറൊരു പിന്നെ എപ്പോഴും ഞാൻ കാണിക്കുന്നത് ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് വെച്ചല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മള് മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മാറ്റ്
മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു പ്രത്യേകതയാണ്, അവിടെ ആയിട്ട് മാറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ മാറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അൺഫോൾഡ് ചെയ്യണം. നമ്മൾ ഏത് ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതിന്റെ മെറ്റീരിയൽസ് ഇരിക്കുന്ന ഷെൽഫിൽ പോയിട്ട് ആ മെറ്റീരിയൽസ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം. കുട്ടികൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. എടുത്തുകൊണ്ട് വന്ന് ഈ മാറ്റിൽ വെച്ചിട്ട് വേണം, അല്ലാതെ നിലത്ത് വെറുതെ ഒന്നും വെക്കാത്ത, അല്ലെങ്കിൽ ചെറിയ ഡെസ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഡീപ്നെസ്സും അതുപോലെ തന്നെ ഡയമീറ്റർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡീപ്നെസ് കൂടി വരുന്നുണ്ട്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ ഗ്രൂവിലല്ല വെച്ചിരിക്കുന്നത്, ആ സ്പേസിലല്ല വെച്ചിരിക്കുന്നത്, അല്ലാതെ ഫ്ലാറ്റ് പോർഷനിൽ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഹൈറ്റ് അപ്പൊ മനസ്സിലാവും. ഹൈറ്റ് എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. അതേസമയം അതിന്റെ ഇതോ വിഡ്ത്തോ ഡയമീറ്റർ സെയിം ആണ്. ഡയമീറ്റർ സെയിം ആണ്. ഓക്കെ. ഒരു കുഞ്ഞിപ്പൊ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിലും ഇത് ഫിക്സ് ആകും അല്ലെ? ഡയമീറ്റർ സെയിം ആണല്ലോ. ചിലത് താഴെ പോകുന്നു, എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. കാണുന്നില്ല, ഒരേ ഹൈറ്റിലാക്കണം, എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഫെസിലിറ്റേറ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടും, ഒരു ക്ലൂ പോലെ. പക്ഷെ കറക്റ്റ് ചെയ്യുമോ? നമ്മൾ ഇങ്ങനത്തെ ചെയ്ത് തെറ്റായിപ്പോ, ഇങ്ങനെയല്ല ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. ഐ ഹാവ് ഡൺ സംതിങ് റോങ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവല് അവരിൽ ഇല്ലാണ്ടാവുക ചെയ്യണത്. അതേസമയം നമ്മൾ അവർക്ക് സ്പേസ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ആ ഒരു എറർ മനസ്സിലാക്കിയിരിക്കും. ആ മെത്തേഡാണ് കൺട്രോൾ ഓഫ് എറർ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവരവരുടെ പറ്റിയ പ്രശ്നം മനസ്സിലാക്കി അവര് അത് കറക്റ്റ് ആയിട്ട് പിന്നെ ചെയ്യുന്നു. പിന്നെ അവർക്ക് റിപ്പീറ്റേഷൻ മിസ്റ്റേക്കുകൾ പറ്റുന്നില്ല. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ശരിയാകും. പിന്നെ അതിനോടുള്ള ഇഷ്ടം കൂടുതലാണെങ്കിൽ അവർ വീണ്ടും സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു 5 times ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. വൺസ് കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അവർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു കൺട്രോൾ ഓഫ് എറർ, വീണ്ടും എറർ ഉണ്ടാകുന്നത് കൺട്രോൾഡ് ആവും. അത് തന്നെ വരണം എന്നാണ് പറയുന്നത്, നമ്മളായിട്ട് കറക്റ്റ് ചെയ്യരുതെന്നാണ്. ഇതെല്ലാം മോഡ്യൂൾ 3 വരുമ്പോ നമ്മള് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യും കേട്ടോ. നോബ്ഡ് സിലിണ്ടർ ഉള്ളതുപോലെ ഇതിപ്പോ നോബ് ഉണ്ടല്ലേ നമ്മളുടെ ഈ ഭരണിയില്, നമ്മളുടെ ട്രഡീഷണൽ ഭരണി ഉണ്ടല്ലോ, മറ്റേ ബീച്ച് കളറും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള, അതിന് നോബ് ഉള്ളതുപോലെ ഇതിന് നോബുണ്ട്. നോബ്ലെസ് സിലിണ്ടറും നമുക്കുണ്ട്. നമ്മുടെ മെറ്റീരിയൽസിന് നോബ്ലെസ് സിലിണ്ടർ ഉണ്ട്. അത് കളർഫുൾ ആണ് കേട്ടോ, പല കളറിൽ അവൈലബിൾ. അത് 10 സെറ്റ് വന്നിട്ടുണ്ട്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിലിപ്പോ ഗ്രീൻ ഞാൻ കാണിച്ചു തരാം. 10 ഉണ്ട് കേട്ടോ, എല്ലാം 10 വീതമുണ്ട്. അവിടെയും ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്, ഡയമീറ്ററിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ ഡയമീറ്റർ കുറയുമ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ കോമ്പിനേഷൻസ് ആണ്. ഡയമീറ്റർ കുറയുമ്പം ഹൈറ്റ് കൂടുന്നു. അത് ഇനി എല്ലാം ഒരേ ഹൈറ്റിലുള്ളത്, അല്ലെങ്കിൽ എല്ലാം ഒരേ ഡയമീറ്റർ, അങ്ങനെയാണ് പല പല കോമ്പിനേഷൻസ് ആണ്. അത് നമുക്ക് നമ്മുടെ ഇത് തിയറിയിൽ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ കയ്യിലുള്ള മെറ്റീരിയൽസ് ഞാൻ ഇതിന് കാണിച്ചു തരാം. ബട്ട് മോഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ശ്രദ്ധിക്കുമല്ലോ. മോഡ്യൂൾ 3 ആവുമ്പോൾ അപ്പോൾ ഇതാണെന്നുള്ളത് ശ്രദ്ധിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്താലോ. ഓക്കെ, മെന്റൽ കോൺസെൻട്രേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതായിരുന്നു ആ ഒരു കുട്ടിയുടെ കാര്യം. 3 വയസ്സുള്ളൊരു കുട്ടി. നമ്മൾ പറയില്ല, എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയില്ല. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളിരുന്ന് കളിക്കുമ്പോൾ നമ്മളും തമാശയായിട്ട് പറയാറില്ലേ, സെയിം തന്നെ. അതുപോലെ തന്നെ ഭയങ്കര കോൺസെൻട്രേഷനിലായിരിക്കും കുട്ടി കാര്യങ്ങൾ ചെയ്യണേന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സ്പീഡായിട്ട് പോർഷൻ എടുക്കണമെന്നുണ്ടോ? ലൈക്ക് ലെക്ചർ ക്ലാസ്സുകൾ തന്നെ നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷനാണേ. സോ മെന്റൽ കോൺസെൻട്രേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് മറിയം മോണ്ടിസോറി പറഞ്ഞൊരു കാര്യമാണ്. ഒരു കുഞ്ഞിനെ അങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അത് അറിഞ്ഞതും കൂടി ഇല്ല എന്ന് പറയുകയായിരുന്നു. നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അത് അറസ്റ്റ് ചെയ്യുക തന്നെയാണ്. നമ്മളോർക്കും ഒരേ കാര്യം തന്നെ ഇവരെന്തിനാ റിപ്പീറ്റ് ചെയ്യണേന്ന് വിചാരിക്കും അല്ലെ. ചില കളികള്
നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും, കളിക്കാന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം അവർ കളിക്കും. അഡൽട്ടിനെ സംബന്ധിച്ച് ഗെറ്റിംഗ് ബോർഡ് അല്ലെ, അവർക്കങ്ങ് ബോറടിക്കും. ഇത് മടുക്കില്ല എന്നൊക്കെ ഇവന്തോ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു ലവ് ഓഫ് റെപ്പിറ്റീഷൻ, റിപ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ ആരാ വായിക്കുക ലവ് ഓഫ് റെപ്പിറ്റേഷൻ? Love of repetition. The second revelation made by children through their automatic work was the need to repeat the same thing again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that children would go on to wash even after they were cleaned. കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? കേറേയില്ല. ബീച്ചിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കേറേയില്ല. അതുപോലെ അപ്പൊ കൈ കഴുകുക എന്നുള്ളത് ശരിക്കും ഹൈജീന്റെ ഒരു ഭാഗമാണ്, കുട്ടി ശീലിക്കുന്നതാണ്. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലാവുമ്പോഴേക്കും അവരത് റിപ്പീറ്റ് ചെയ്യുന്നു, അവരത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു, അവർ ആ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ? നമ്മള് വീട്ടിലൊക്കെ വഴക്കുറയും, വെള്ളം കളയുവാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വഴക്കുറയും. ബട്ട് ലെറ്റ് ദം ഡു, അങ്ങനെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവര് അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം വാട്ടർ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റില്. ഞാൻ പോയിരുന്ന സ്കൂളിൽ അങ്ങനെ പൂളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതൊക്കെ കുറച്ച് അപകടമാണല്ലേ അങ്ങനെ പൂളൊക്കെ ആവുമ്പോ. ഇത് ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം വാങ്ങാൻ കിട്ടില്ലേ, കുട്ടികളെ കയ്യിൽ കിടക്കാം, ഇരിക്കാം, എന്നിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോ അവരുടെ ഒരു ഹൈറ്റിനനുസരിച്ച് വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അവർക്ക് വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാം, നമുക്ക് പേടിക്കുകയും ചെയ്യണ്ട. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇത് വാങ്ങാൻ കിട്ടുമല്ലോ. ഈ ബാത്തബല്ലേ പറയുന്ന ടീച്ചർ? ബാത്തബല്ലേ പറയുന്നത്? പ്ലാസ്റ്റിക്കിന്റെ ബാത്തബല്ല, കണ്ടിട്ടില്ലേ നമ്മള് ചില പാർക്കിലൊക്കെ കാണും, വീടുകളിൽ വാങ്ങിക്കുമല്ലോ. എനിക്ക് അതിന്റെ പേര് കറക്റ്റ് അറിയില്ല. വലിയ പൂള് പോലത്തെ എയർ ബലൂൺ പോലെ എയർ നിറച്ചിട്ടുള്ളത്. ശരി, അതന്നെ. അപ്പൊ അതൊരു 10 കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ സൈസ് കിട്ടും, പല സൈസിലുള്ളത് കിട്ടും. ഇപ്പൊ 2 പേർക്ക് മാത്രമുള്ളത്. സ്കൂളൊക്കെ ആകുമ്പോ അവർ അതിനനുസരിച്ച്, നമ്മളുടെ അവിടെ വലിയതായിരുന്നു അങ്ങനെ. അപ്പൊ അതിലവർക്ക് വാട്ടർ പ്ലേ ഏരിയ അങ്ങനെ ഉണ്ട്. പിന്നെ സാൻഡ്, മണ്ണിൽ കളിപ്പിക്കും. സാൻഡ് പിറ്റ് എന്ന് പറഞ്ഞ കുഴിയൊക്കെ കുഴിച്ച് കാലുകൊണ്ട് മണ്ണ് കുഴപ്പിക്കും ഇവരെ. അങ്ങനെയൊക്കെ ചെയ്യും മോണ്ടിസോറി മെത്തേഡില്. എല്ലാരും തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ടോട്ടോ ചാൻ. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ടോട്ടോ ചാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല ടീച്ചർ. അതൊന്ന് വായിക്കൂ. ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഞാൻ മലയാളം ആട്ടോ ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മളുടെ കേരളത്തിൽ പഠിക്കുന്ന മക്കളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മലയാളം ടെക്സ്റ്റ് ബുക്കില് ടോട്ടോ ചാനിന്റെ ചില പോർഷൻസ് ലെസൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കൃഷി മാഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ടോട്ടോ ചാൻ ബുക്ക് ഒന്ന് വായിക്കണം. പ്യുവർ മോണ്ടിസോറി. ടോട്ടോ ചാൻ എന്നുള്ളൊരു പെൺകുട്ടിയാണേ, ജപ്പാനിലെ. ആ കുട്ടി ഒരു മോണ്ടിസോറി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്, ആ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കുട്ടി ആദ്യം ഒരു ട്രഡീഷണൽ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ ടൊട്ടോച്ചൻ ഭയങ്കര നോട്ടിയായിരുന്നു, ഭയങ്കര വികൃതിയായ കുട്ടിയാണ്. നോട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാതൊന്നുമില്ല. ടൊട്ടോച്ചന് ഭയങ്കര സംശയങ്ങളാണ്. പിന്നെ പല ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ട്രഡീഷണൽ സ്കൂളിൽ എന്താ, കുട്ടികളെ ഒരു സീറ്റിലിരുത്തുന്നു, അവരെ കൊണ്ട് അത് പഠിപ്പിക്കുന്നു, ഇത് പഠിപ്പിക്കുന്നു, നിർബന്ധപൂർവ്വം അവരത് ചെയ്യുന്നതാണല്ലോ. പക്ഷെ ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി നടത്തുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ടോട്ടോച്ചാന്റെ അമ്മയെ ടോട്ടോച്ചാൻ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് അടുത്ത മിസ് വിളിപ്പിക്കുക. ടോട്ടോച്ചാനെ കൊണ്ട് ബുദ്ധിമുട്ടി, ഭയങ്കര വികൃതിയാണ്, ഭയങ്കര കംപ്ലൈന്റ്. കുഞ്ഞു കുട്ടിയാട്ടോ, KG പഠിക്കുന്ന പ്രായം. അമ്മ ആകെ വിഷമിച്ചു. പാവം കൊച്ചു ടോട്ടോയെ ഇവരെന്താ ഇങ്ങനെ പറയണേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ടോട്ടോച്ചാനെ ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് ചേർത്തത്. അറിയണം, ആ മോണ്ടിസോറി സ്കൂളിൽ പോകണമെങ്കിൽ ടോട്ടോച്ചാന് ദൂരമുണ്ട്, ട്രെയിനിൽ പോകണം. ഫസ്റ്റ് ഡേ ഇവര് കൊണ്ടാക്കും അങ്ങനെ എന്തോ. പിന്നീടുള്ള ദിവസങ്ങളിൽ ടോട്ടോച്ചാൻ തന്നെയാണ് ട്രെയിനിൽ പോകുന്നത്. ജാപ്പനീസ് കുട്ടികളുടെ കാര്യം നമുക്കറിയാലോ, ദേ ആർ വെരി ലൈക്ക് ഭയങ്കര ആക്റ്റീവാണ്. അവര് സെൽഫ് മെയ്ഡ് ആണ്, തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ കൊച്ചു ടോട്ടോ ഇങ്ങനെ ട്രെയിനിൽ കയറി ആ സ്കൂളിൽ പോകുന്ന വിശേഷങ്ങളും ട്രെയിനിലെ ഓരോ കാര്യങ്ങളും
റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്ന കാര്യം നല്ല ഭംഗിയായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്കൂളിലെ കാര്യങ്ങള്, കൃഷി പഠിക്കാൻ പോയതും, കൃഷി പഠിക്കാനായിട്ട് ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചറല്ല, അവിടെ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അത് കൃഷി മാഷ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ മലയാളം ബുക്കിൽ ഉണ്ടായിരുന്നു ഒരു ലെസൺ. ഏത് ക്ലാസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ ആ ബുക്ക് ഉണ്ട്, പറ്റിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു ബുക്ക് വായിച്ചു നോക്കണം. മോണ്ടിസോറി സ്കൂൾ എങ്ങനെയാണെന്ന് അതിന് നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറിയ മോണ്ടിസോറി വേൾഡ് വാർ ഫേസ് ചെയ്ത പോലെ കൊച്ചു ടോട്ടോ ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മറ്റേ ഹിരോഷിമ നാഗസാക്കി ആ ഒരു അമേരിക്ക ബോംബിടുന്ന ഒരു സംഭവമില്ലേ അത് നടക്കുന്നതും കൊച്ചു ടോട്ടോയുടെ സ്കൂള് നശിച്ചു പോകുന്നതും കുറച്ചു പേർക്ക് അപകടം പറ്റുന്നതൊക്കെ ആ ഒരു സമയത്ത്. അപ്പൊ റിയൽ സ്റ്റോറിയാണത്. അപ്പം അത് എല്ലാരും വായിക്കുക. കാരണം മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് സ്കൂൾ എന്താന്ന് ഞാൻ ഇരുന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് അത് പിക്ചർ പോലെ മുന്നിൽ തെളിയും ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ. അധികം വിലയൊന്നുമില്ല. എന്റെ മലയാളം കോപ്പിയുള്ളത്, ഇംഗ്ലീഷും അവൈലബിൾ ആയിരിക്കും. പബ്ലിഷർ ഏതാണ് നെക്സ്റ്റ് ദിവസം ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ലവ് ഓഫ് റിപ്പിറ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇവര് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ കുട്ടികളെ കൈ കഴുകുക എന്നുള്ളത് അതൊരു ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു എൻജോയ്മെന്റ് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, കൈ കഴുകുന്നൊക്കെ ഒരു വഴിപാട് പോലെ ശരിക്കും വൃത്തിയാകാതെ കഴുകാതെ ഒക്കെ പോകില്ലേ. അതിൽ നല്ലത് അതൊരു എൻജോയ്മെന്റ് ആകുന്ന രീതിയിൽ അവരെ ചെയ്യിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അത് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. ക്ലീൻ ആയാലും അവർ പോയി വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അവരൊക്കെ ഒരു ആക്ടിവിറ്റി ഇഷ്ടമായതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ലവ് ഓഫ് ഓർഡർ. ആരാ വായിക്കുക ലവ് ഓഫ് ഓർഡർ? ഞാൻ വായിക്കാം. Love of order. These characters of children was dictated by Stans. In early Montessori class, the teacher dispensed the material at the beginning and collected it back at the end of the class. However, Maria Montessori informed that children were following the teacher and observing her placing the material back on the shelves. The event made her understand that the children need to place the material back on their own. This observation became one of the many pillars of the prepared environment. ഞാൻ ടോട്ടോ ചാൻ എന്നുള്ള പേര് ഞാനൊന്ന് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്പെൽ അത് തന്നെയാണോന്ന് എനിക്കറിയില്ല, സ്പെല്ലിംഗ് അത് തന്നെയാണോന്ന് എനിക്കറിയില്ല. ബട്ട് ഇതാണ് പെൺകുട്ടിയാണ് ടോട്ടോ ചാൻ. ബുക്ക് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഭയങ്കര വിലയൊന്നുമില്ല, വേണ്ടി വരും. PDF ഓൺലൈനിൽ അവൈലബിൾ ആണ് മിസ്. അവൈലബിൾ ആണോ? മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ. നമുക്കതൊരു കോപ്പി, നമുക്ക് സെൽഫ് കോപ്പി ഉള്ളത് നല്ല കേട്ടോ. കാരണം വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന ഒരു ബുക്കാണ് ടോട്ടോ ചാന്റെ ബുക്ക്. കുട്ടികൾക്കും ഇഷ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ വായിക്കും ടോട്ടോ ചാൻ. ടോട്ടോ ചാൻ മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി സ്കൂൾ എന്താന്നുള്ളതും അവരുടെ ആ ഇമോഷണൽ ബോണ്ടിങ്ങും കുട്ടികൾ തമ്മിലും കുട്ടികളും ഫെസിലിറ്റേറ്ററും തമ്മിലുള്ള ആ ഒരു ബന്ധം എല്ലാം അതിൽ നല്ല പോലെ മനസ്സിലാവും. ഞാൻ പരിഭാഷ അതെ, എന്റെ 2 കോപ്പി ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈനിലുണ്ട്. പേയ്മെന്റ് എത്രയാ? എമൗണ്ട് എത്രയാ? റേറ്റ് എത്രയാ? 105 രൂപ. 105. അതുപോലെ നിങ്ങൾക്ക് മെത്തേഡ് അറിയണത് തന്നെയല്ല. ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന് പറഞ്ഞ നന്ദനാറിന്റെ ഒരു ബുക്ക് ഉണ്ട്. അതും നമുക്ക് വായിക്കാനും നല്ലതാണ്, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നതാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും അവർ വായിക്കാൻ തുടങ്ങുമ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ മലയാളത്തിലുള്ളതാണ് എന്നുള്ളത്, അത് കൊടുക്കാം. പിന്നെ വേറെ ഒന്നുണ്ടല്ലോ, മലപ്പുറത്തൊരു അക്കുമാഷുണ്ട്, അബ്ദുള്ള കുട്ടി ഇടവണ്ണ. സാറിനെ എനിക്ക് നേരിട്ടറിയാം. സാർ എഴുതിയൊരു ബുക്ക് ഉണ്ട്, അക്കുമാഷ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. സാർ എഴുതിയൊരു ബുക്ക് ഉണ്ട്, റിയാന്റെ കിണർ എന്ന് പറഞ്ഞിട്ട്. ആഫ്രിക്കയിൽ ഒരു കിണർ ഉണ്ടാക്കാൻ വേണ്ടി റിയാൻ തന്റെ ഒരു ഫ്രണ്ട്, ഒരു ആഫ്രിക്കക്കാരൻ കുട്ടിയിട്ട്, അപ്പൊ അവന് വെള്ളത്തിന് ബുദ്ധിമുട്ടായപ്പോ റിയാനെ ഒരു കിണർ ഉണ്ടാക്കാൻ, റിയാന്റെ ഫ്രണ്ടിന് ഒരു കിണർ ഉണ്ടാക്കാൻ വേണ്ടി റിയാൻ പരിശ്രമിക്കുന്നതും, ആഫ്രിക്കയിലെ പല ഭാഗങ്ങളിലും പിന്നെ ഗവൺമെന്റ് ഇടപെട്ട് അവിടെ കിണറുകൾ ഉണ്ടാകുന്നു. അവനൊരു കൊച്ചു ബുക്ക്, അത് മതിയും വിലയൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ഇംഗ്ലീഷ് മീൻസ് മലയാളത്തിലേക്ക് എഴുതിയത് അക്കുമാഷായിരുന്നു. അത് റിയാന്റെ കിണർ. പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ റീഡിങ് ഹാബിറ്റ് കുട്ടികളിൽ വരുത്തുന്നെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ ഇവരെ ഗ്രൂപ്പായിട്ട് എത്തിയിട്ട് വായിക്കാൻ കൊടുക്കുന്ന ബുക്കുകളാണ് ടോട്ടോ ചാറ്റ് ബുക്കുകളൊക്കെ. ഓക്കെ,
സോ ആ ഒരു ലവ് ഓഫ് ഓർഡർ അതാണ് നെക്സ്റ്റ് പറയുന്നത്. നമുക്ക് വീടുകളിലും ചെയ്യിക്കാവുന്നതാണ്. ഈ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് തിരിച്ചത് ഷെൽഫിലേക്ക് വെക്കുമല്ലോ. ഷെൽഫിലേക്ക് വെക്കുമ്പോൾ ഇവരെ കൊണ്ട് ഇത് തന്നെ ചെയ്യിക്കുവാണെങ്കിൽ ചിലപ്പോൾ മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും എന്താ പറയാ ഫെസിലിറ്റേറ്റർ വന്ന് ഓരോ കുട്ടിക്കും ഷെൽഫിൽ നിന്ന് ഓരോ മെറ്റീരിയൽ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഫെസിലിറ്റേറ്റർ തന്നെയാണ് മെറ്റീരിയൽ വെച്ചിരുന്നത് ആദ്യ കാലത്ത് മറിയ മോണ്ടിസോറി ഉള്ള സമയത്ത്. അപ്പൊ ഇതിനൊരു വ്യത്യാസം വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഈ ഒരു സമയത്ത് തന്നെ അത് പറയാമെന്ന് ഞാൻ വിചാരിക്കും. കാൻറ്റിഡ എന്നും പറഞ്ഞിട്ടൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു മറിയ മോണ്ടിസോറിക്ക് ഈ കാസ ഡി ഫാമിലിയിലെ. അപ്പൊ സാധാരണഗതിയിൽ കാൻറ്റിഡ ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കുന്നു, ഓരോ കുട്ടിക്കും കൊടുക്കുന്നു. കുട്ടികൾ ചെയ്ത് കഴിയുമ്പോൾ കാൻറ്റിഡ തന്നെ കളക്ട് ചെയ്ത് ഷെൽഫിൽ വെക്കും. ഒരു ദിവസം എന്നിട്ട് ഷെൽഫ് ലോക്ക് ചെയ്യുന്ന ഷെൽഫായിരുന്നു കേട്ടോ. ഒരു ദിവസം കാൻറ്റിഡ ഇതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ധൃതി പിടിച്ചു പോയപ്പോൾ ഷെൽഫ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. പിറ്റേ ദിവസം കാൻറ്റിഡ വരാനും ലേറ്റ് ആയി. അപ്പൊ എന്താ പറ്റി, കുട്ടികൾ എല്ലാം സമയത്ത് വന്നു. അപ്പൊ അവര് നോക്കുമ്പോൾ ഷെൽഫ് തുറന്നു കിടക്കുന്നു. അവര് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്തോണ്ട് വന്ന് തന്നെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വരും. കാൻറ്റിഡ വരുമ്പോ കാണുന്ന കാഴ്ച കുട്ടികൾ തന്നെ ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽ മറിയ മോണ്ടിസോറി അവിടെ ഉണ്ട്. കുട്ടികൾ തന്നെ ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ട് ചെയ്യുവാണ്. കാൻറ്റിഡയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. കുട്ടികൾ സ്റ്റീൽ ചെയ്തു, അതാണ് കാൻറ്റിഡ പറയുന്നത്. അവര് മോഷ്ടിച്ചു, അങ്ങനെയാണ് കാൻറ്റിഡ പറയുന്നത്. മറിയ മോണ്ടിസോറി അവരെ സമാധാനിപ്പിക്കുവാണ്. സമാധാനമായിട്ടിരിക്കുക, റിലാക്സ് ചെയ്യുക. ഇതൊരു പുതിയ മെത്തേഡിലേക്ക് മറിയ മോണ്ടിസോറി അതിനെ അഡാപ്റ്റ് ചെയ്യുവാണ്. അതിനുശേഷമാണ് ഷെൽഫുകളെല്ലാം ഓപ്പൺ ഷെൽഫും ചൈൽഡ് ഫ്രണ്ട്ലിയും കുട്ടികൾക്ക് എത്താവുന്ന രീതിയിൽ ഈ മെറ്റീരിയൽസ് എല്ലാം പ്ലേസ് ചെയ്തു. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം ചെയ്യാൻ അത് പോയിട്ട് അവർ തന്നെ എടുത്തുകൊണ്ട് വെച്ച് മാറ്റ് അൺഫോൾഡ് ചെയ്ത് അതിൽ വെച്ച് അവർ ചെയ്യാൻ തുടങ്ങി. അതാ പറയുന്ന ഓരോ കാലം കഴിയുമ്പോഴും മെത്തേഡിൽ പല പല വ്യത്യാസങ്ങൾ വരുന്നു. അപ്പം മറിയ മോണ്ടിസോറിയുടെ കാലഘട്ടത്തിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആക്സിഡന്റലി ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെയാണ് പുതിയത്. മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികൾ അവരുടെ ഇൻട്രസ്റ്റ് അത് യൂസ് ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി നല്ല കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നു. അപ്പൊ എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ അവർ വയ്ക്കുന്നു. സോ അവരിലൊരു ഓർഡർ ഫോം ചെയ്യുന്നു. അപ്പൊ എല്ലാം തന്നെത്താനെ കുട്ടികൾ ഉണ്ടാകും. നമ്മളായിട്ട് കൊടുക്കുമ്പോൾ അവർ അത് മാത്രം ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുവയ്ക്കുന്നു. അതിനും നല്ലത് അവരെ കൊണ്ട് തന്നെ അവർ തന്നെ അത് ചെയ്യുമ്പോൾ അവരിലൊരു ഓർഡർ ഫോം ചെയ്യും. ഈ ഓർഡർ ഫോം ചെയ്യുമ്പോൾ പതുക്കെ അടുത്ത പ്രോഗ്രസ്സിലേക്ക് പോകും. അവരിലൊരു ഡിസിപ്ലിൻ തന്നെ ഫോം ചെയ്യും. ഡിസിപ്ലിൻ തന്നെ ഫോം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രസ്സിലേക്ക് അവർ പോകും. അവര് ഒബീ ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് ആ ഒരു ഒബീഡിയൻസ് ഫോം ചെയ്യും. അല്ലാതെ ഷൗട്ട് ചെയ്ത് പീഡിപ്പിച്ച് വടികൊണ്ടടച്ച് അങ്ങനെയൊന്നും കുട്ടികളുടെ ഡിസിപ്ലിനും ഒബീഡിയൻസും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ് കുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് പിന്നീട് അടുത്ത ഷെൽഫിന്റെ രീതികൾ മാറി, ഓപ്പൺ ഷെൽഫായി, കുട്ടികൾക്ക് എത്താവുന്ന ഹൈറ്റിലായി, എല്ലാം ചൈൽഡ് സൈസ് ആയി, ചൈൽഡ് ഫ്രണ്ട്ലി ആയി, അറ്റ്മോസ്ഫിയർ മുഴുവൻ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ആ എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ആവുകയാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ ക്ലാസ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടില് കുട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ കാണാറില്ലേ, കുട്ടിയുടെ ഓരോ ഏജ് ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. മുകളിലേക്കുള്ള സ്റ്റെയർസ് ഉണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് തെറ്റിച്ച് ഇവർ കയറുന്നുള്ളത് കാരണം അവിടെ സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ അവിടെ ക്ലോസ് ചെയ്യിക്കും. മുമ്പിലേക്കുള്ള സ്റ്റെപ്പിന്റെ അവിടെയും ക്ലോസ് ചെയ്യിക്കും അല്ലെ. അപ്പൊ അതുപോലെ കുഞ്ഞു വളരുന്ന എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. വീടുകളിലും അത് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ നല്ല അത്യാവശ്യമില്ലായിട്ട്. അതുപോലെ തന്നെയാണ് സ്കൂളുകളിലും അത് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്. വൺസ് പ്രിപ്പയർ ചെയ്തു, ഡിസൈൻ ചെയ്തു, ബട്ട് വരുന്ന കുട്ടികളെല്ലാം യൂണിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. സോ വരുന്ന കുട്ടികൾക്കനുസരിച്ച് അവിടെ മോഡിഫിക്കേഷനും വരുത്തേണ്ടതുണ്ട്, മാറ്റങ്ങൾ വരുത്തണം. അതാണ് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ മെത്തേഡിൽ ഒരേ ഡിസൈൻ ആയിരിക്കും. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. അതാണ് ഒരു വ്യത്യാസം. നെക്സ്റ്റ് യൂണിറ്റ് അതാണ് നമുക്ക് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് മറിയ മോണ്ടിസോറിയുടെ ഓരോരോ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞത്. കുട്ടികൾ ഓരോന്നും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചൂസ് ചെയ്യുന്നു, അവരെ ആക്ടിവിറ്റി ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ അവരത് തിരിച്ചതുപോലെ തന്നെ കൊണ്ടുവയ്ക്കുന്നു. സോ അവരിലൊരു ഓർഡർ ഫോം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ വർക്ക് എന്നാണ് മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നത്. അതൊരു ലവ് ഓഫ് വർക്ക് അതായിട്ട് മാറും.
നെക്സ്റ്റ് അതൊക്കെയാണ് വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ. പിന്നെ റിവാർഡും പണിഷ്മെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ല മോണ്ടിസോറി മെത്തേഡില്. ഈവൻ ദോ നമ്മൾ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിലും വി ഹാവ് ടു ബി കെയർഫുൾ. അത് വേറൊരു കുട്ടിയെ വേദനിപ്പിക്കുന്ന, ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അപ്രീസിയേഷൻ ആകരുത്. അത് നമുക്ക് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. Thank you, Miss. സൈൻ ഔട്ട് ഉണ്ടോ? Thank you. Thank you, Miss. ഇന്റേൺഷിപ്പിന്റെ ലെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചപ്പോ കിട്ടിയോ നമുക്ക്? എന്തോ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പിന്റെ ലെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചാൽ കിട്ടുമോ ഇപ്പോ? കിട്ടിയിരുന്നോ? അല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ മിസ്സിനോട് ചോദിച്ചതാണ്. ചോദിക്കാൻ പറ്റുമോ ഇപ്പോ? ചോദിച്ചാൽ കിട്ടുമോ? ആ, പറഞ്ഞാൽ മതി. ഏത് ബാച്ച് ആണെന്ന് പറയാ, അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയാ. അപ്പൊ അവരത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. Thank you, teacher. Have a nice day. Thank you. Bye. Thank you, Miss.